ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇതാ ഒരു അടിപൊളി കേക്കിന്റെ റെസിപ്പിയാണ്. കേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ബേക്കിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ ഒരു കേക്കിന് ചീസ് കേക്ക് ആണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ് കേട്ടോ ഇത്. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് റെഡി ആക്കി എടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പൊ അത് ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1.5 ടീസ്പൂണ് ജലാറ്റിൻ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 2 ടീസ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിലുള്ള ഒരു കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മതി കേട്ടോ. അപ്പൊ അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാറ്റി വെക്കാം. അപ്പൊ ഇത് കുതിർന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പൊ ഇതവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബിസ്ക്കറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ ചോക്ലേറ്റ് ബിസ്ക്കറ്റും അതുപോലെ ആരോ റൂട്ടിന്റെ ബിസ്ക്കറ്റും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് മാത്രം മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ആരോ റൂട്ടിന്റെ ഒരു ബിസ്ക്കറ്റ് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പൊ ഏതെങ്കിലും ഒരു ബിസ്ക്കറ്റ് മതി ബേസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതാ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ബിസ്ക്കറ്റ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കുക. പിന്നെ നമ്മൾ ബിസ്ക്കറ്റിന്റെ പൊടി നമ്മൾ ഏത് ഡിഷിലാണോ സെറ്റ് ചെയ്യുന്നത് ആ ഒരു ഡിഷിന്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഞാനിവിടെ ഉപ്പില്ലാത്ത ഒരു 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ആക്കി എടുക്കാം. ഇതിപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ആണ് കേട്ടോ. ഇപ്പൊ ഏത് ബട്ടർ ആണെന്നുണ്ടെങ്കിലും ഒന്ന് മെൽറ്റ് ആക്കി എടുക്കാം. പിന്നെ ബട്ടറിന്റെ അളവ് നമ്മുടെ ബിസ്ക്കറ്റിന്റെ പൊടിയിലേക്ക് എത്രത്തോളമാണ് ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ടായിരിക്കും കേട്ടോ. ബിസ്ക്കറ്റിന്റെ പൊടി എത്രത്തോളമാണ് ഉള്ളത് അതിനാവശ്യമായിട്ടുള്ള ബട്ടർ ഇതുപോലെ മെൽറ്റ് ആക്കിയത് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പുട്ടിനൊക്കെ നനച്ചെടുക്കുന്ന ആ ഒരു രീതിയിലൊന്ന് ബിസ്ക്കറ്റ് നനഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. ഈ ഒരു ബട്ടറിൽ കിടന്നിട്ട് അപ്പൊ നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ചീസ് കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 7 ഇഞ്ചിന്റെ ഒരു അലുമിനിയത്തിന്റെ കേക്ക് ടിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മറ്റേ സ്പ്രിംഗ് ഫോൺ ടൈപ്പിലുള്ള ആ ഒരു ടിൻ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഈസിയാണ് കേട്ടോ നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാനിപ്പോൾ അത് ഡിമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ക്ലെയിൻ റാപ്പ് വിരിച്ചു കൊടുത്തേക്കാണ് കേട്ടോ. ഇതിൽ സൈഡിലും അടിയിലൊക്കെ ആയിട്ട് മൊത്തത്തിൽ അങ്ങനെ ക്ലെയിൻ റാപ്പ് വിരിച്ചു കൊടുത്തേക്കാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ അത് അങ്ങ് എടുക്കാനായിട്ട് പറ്റും ഇതിൽ നിന്ന്. ഇനി നമ്മൾ ഇതിന്റെ ബേസ് ആയിട്ട് കൊടുക്കുന്നത് ബിസ്ക്കറ്റ് ആണല്ലോ. അപ്പൊ ബിസ്ക്കറ്റും ബട്ടറും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരേ കനത്തിൽ തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് നമ്മൾ കുറച്ച് തിന്നായിട്ടുള്ള ഒരു ലെയർ മതി കേട്ടോ. അപ്പൊ നമ്മൾ എത്ര വലുപ്പത്തിലുള്ള പാത്രമാണോ എടുക്കുന്നത് അതിന് ആവശ്യമായിട്ട് തിന്നായിട്ടുള്ള ഒരു ലെയർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ബിസ്ക്കറ്റിന്റെ മിക്സ് എടുത്താൽ മതി. അപ്പൊ ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അടുത്ത ലെയറിന് വേണ്ടിയിട്ട് നമ്മളിതാ ക്രീം ചീസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ 100 ഗ്രാം ക്രീം ചീസ് ആണ് എടുക്കുന്നത്. ഇതിപ്പോൾ 200 ഗ്രാമിന്റെ ഒരു ബോക്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് പകുതി ഭാഗം എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ പഞ്ചസാരയുടെ പൊടി ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ക്രീം ചീസിന് ചെറുതായിട്ടൊരു പുളിപ്പുണ്ടാവും കേട്ടോ. അപ്പൊ അതൊന്ന് സ്വീറ്റ് ആക്കി എടുക്കണം. അതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ആയി വന്നതിന് ശേഷം പിന്നെ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ മിക്സ് ചെയ്ത് നോക്കിയിട്ട് അതിന്റെ മധുരം ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് കണ്ടൻസ്ഡ് മിൽക്കോ അല്ലെങ്കിൽ പഞ്ചസാരയുടെ പൊടിയോ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. അപ്പൊ അത് ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ക്രീം ചീസിന്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വിപ്പിംഗ് ക്രീം ആവശ്യമുണ്ട്. അപ്പൊ ഞാനിവിടെ ഒരു 1/2 കപ്പോളം വിപ്പിംഗ് ക്രീം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. വിപ്പിംഗ് ക്രീം നല്ല തണുപ്പോട് കൂടിയിട്ട് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്ന ബൗളും അത്യാവശ്യം നല്ല തണുപ്പുമാണ്. ഇപ്പൊ ഒരു ചൂടുള്ള സമയമൊക്കെ ആയതുകൊണ്ട് നല്ല തണുപ്പോട് കൂടിയിട്ട് തന്നെ ബീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഈ ഒരു സമയം തന്നെ നമുക്ക് ജലാറ്റിനും കൂടെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പൊ ജലാറ്റിൻ മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് വലിയൊരു ബൗളിൽ അത്യാവശ്യം നല്ല തിളച്ച ചൂടുള്ള ഒരു വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിതാ ജലാറ്റിന്റെ ഈ ഒരു ബൗളിൽ ഇറക്കി വെച്ച് കൊടുക്കുക. അപ്പൊ അതങ്ങ് മെൽറ്റ് ആയിക്കോളൂ കേട്ടോ. പിന്നെ നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു വിപ്പിംഗ് ക്രീമിലേക്ക് നമ്മളെ ക്രീം ചീസിന്റെ ആ ഒരു കൂട്ടും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം ഒന്ന് യോജിച്ച് കിട്ടിയാൽ മതി. ഒരുപാട് സമയം വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ അത് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇനിയിപ്പോൾ നമ്മൾ ജലറ്റിന് മെൽറ്റ് ചെയ്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ടൈം ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ലോ സ്പീഡിലിട്ടിട്ട് ആ ഒരു ജലറ്റിന്റെ മിക്സ് എല്ലാ ഭാഗത്തും ഒന്ന് എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി കേട്ടോ. അപ്പൊ അത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മള് ഫ്രിഡ്ജിലൊക്കെ വെച്ച് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ലെയർ അതിന്റെ മുകളിലൂടെ ഇത് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗവും ഒരേപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കാം. പെട്ടെന്ന് സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെക്കാം കേട്ടോ. അല്ലെങ്കിൽ 3-4 മണിക്കൂർ കൊണ്ട് തന്നെ താഴെ വെച്ചാലും സെറ്റായി കിട്ടും.
ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു അരക്കപ്പിന്റെ അടുത്ത് മിൽക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ, കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ 1-2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഒന്നുകിൽ ഡബിൾ ബോയിലിംഗ് രീതിയിൽ മെൽറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ മൈക്രോവേവിൽ വെച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ മൈക്രോവേവിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കടല ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ കടിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ലെയറിന് വേണ്ടിയിട്ടുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് സെറ്റായി വന്നതിന് ശേഷമാണ് കേട്ടോ മൂന്നാമത്തെ ലെയർ റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇതിവിടെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്യാം. അപ്പോൾ ക്ലീൻ റാപ്പ് ആയതുകൊണ്ട് തന്നെ എല്ലാ ഭാഗവും ഒരേ സമയം ഒന്ന് വേർപ്പെടുത്തി എടുത്തതിന് ശേഷം വേണം കേട്ടോ അതുപോലെ ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്യുമ്പോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഡീമോൾഡ് ചെയ്തെടുത്തതിന് ശേഷം അടിയിലുള്ള ക്ലീൻ റാപ്പും കൂടെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ ചോക്ലേറ്റിൻ്റെ ആ ഒരു ലെയർ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുഴുവൻ ഭാഗത്തും ഇതുപോലെ ഒരേ കനത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ തണുപ്പിച്ചെടുക്കുന്ന സമയത്ത് ചോക്ലേറ്റും കൂടെ ഒന്ന് സെറ്റായിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചീസ് കേക്കാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പം മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.